മന്ത്രിയായിരുന്ന കെ ബാബു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണിപ്പോൾ. മന്ത്രിയാണോ? അല്ല, അല്ലേ ആണ്. കാരണം ബാബു രാജിക്കത്ത് കൊടുത്തെങ്കിലും ഉമ്മൻചാണ്ടി അത് ഗവർണർക്ക് കൈമാറിയിട്ടില്ലല്ലോ. വല്ല വകുപ്പുമുണ്ടെങ്കിൽ മന്ത്രിയായി തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്തായാലും ഒരു ബാറും കോഴയും മന്ത്രി പദവിയും എല്ലാമായി എത്ര പഴിയാണ് ബാബു കേട്ടത്. എന്തൊക്കെ കളിയാക്കലുകൾ, എത്രയെത്ര കാർട്ടൂണുകൾ. ഇമാതിരി പഴിയെല്ലാം ചെയ്യാത്ത കുറ്റത്തിനാണ് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഞാൻ ഈ അടുത്ത കാലത്ത് എക്സൈസ് മന്ത്രി എന്ന് പറഞ്ഞാൽ ധാരാളം കാർട്ടൂണുകളിൽ സ്ഥാനം പിടിച്ച ആളാണ്. പക്ഷേ അതെല്ലാം യഥാർത്ഥത്തിൽ ഇല്ലാത്ത കുറ്റത്തിനാണെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. കുറ്റം ചെയ്തോ ഇല്ലയോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. രാജ്യപ്രഖ്യാപനത്തിന് ശേഷവും മുമ്പും എന്തൊക്കെ കാർട്ടൂണുകൾ വന്നു. ഇത്തരം കാർട്ടൂണുകൾ ആവർത്തിച്ചു വരുമ്പോൾ ദേഷ്യം തോന്നാറില്ലേ ബാബുവിന്? എത്ര വിമർശിച്ചാലും ഞാൻ ഒരിക്കലും പരിഗണിക്കാറില്ല. അത് എന്നോട് പല പത്രപ്രവർത്തനം പറയാറുണ്ട്. ഞാൻ പിന്നെ എപ്പോൾ വിളിച്ചാലും സഹകരിക്കും. പക്ഷെ ഞാൻ കളിയാക്കി പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ മനോരമയിലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പടം കിടക്കുന്നുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് താഴോട്ട് ഇറങ്ങി വരുന്ന സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പടമാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അരിക്കുറിപ്പ് ഞാൻ പറഞ്ഞുതരാം, പടി ഇറക്കം എന്ന് പറഞ്ഞു കൊടുത്തു. അത് തന്നെ വന്നു, പടി ഇറക്കം. അപ്പൊ അത്രയും ഫ്രണ്ട്ലിയാണ് ഞങ്ങളൊക്കെ എല്ലാമായിട്ട്. ഫ്രണ്ട്ലി ഒക്കെ ആണെങ്കിലും വിമർശനങ്ങൾ വരുന്ന കാര്യത്തിൽ ഒരു കുറവുമില്ല. എത്രയെത്ര വാർത്തകൾ, കാർട്ടൂണുകൾ വരുന്നു. ബാബു തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ? പലപ്പോഴും നമ്മൾ വിമർശനം ഏൽക്കുന്നത് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനായിരിക്കും. പക്ഷെ കാർട്ടൂണിസ്റ്റുകൾക്കും മാധ്യമപ്രവർത്തകർക്കും പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയക്കാർക്കും നമ്മൾ തെറ്റ് ചെയ്തോ ചെയ്തു എന്നുള്ളത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പത്രത്തിൽ കാർട്ടൂൺ വരച്ചു കൊടുക്കണം. ഒരു പത്രം അട്രാക്റ്റീവ് ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട് പേജിൽ 1-2 പടം വേണം, ഒരു കാർട്ടൂൺ വേണം. മനോരമയ്ക്കാണെങ്കിൽ എല്ലാ ദിവസവും മില്ലിക്കുറിപ്പ്, നാണയമേൽ ലോകം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാതൃഭൂമി വീക്കിലിൽ ചെറിയ മനുഷ്യനും വലിയ ലോകവും പണ്ട് അത് വായിച്ചിരുന്നതാണ്. ബോബനും മോളിയൊക്കെ വായിച്ചിരുന്നതാണ്. അപ്പം അന്ന് മുതലേ ഈ കാർട്ടൂൺ ചിത്രങ്ങളോടും അതുപോലെ കാർട്ടൂൺ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനത് ആസ്വദിച്ചിരുന്നു. ആസ്വദിക്കുന്നതൊക്കെ ശരി തന്നെ. ഏറ്റവും അവസാനം ഫുള്ളും ഹാഫും എന്ന വ്യത്യാസമില്ലാതെ കുപ്പികളിൽ മുഴുക്കെ ബാബുവിൻ്റെ തലയാണ്. ബാറും ബാബുവും ചേർത്തൊരു കളി. ബാറുകൾ നിരോധിച്ച മന്ത്രിയായതിനാൽ ബാറു എന്ന് ചിലർ വിളിപ്പേരും ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു സംഭവം പറയാം. ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ MLA-മാരുടെ ഒരു ഫുട്ബോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഫുട്ബോളിൽ ഈ മറ്റേ ഫൈനലിൽ വന്ന 2 ടീം, അതിനകത്ത് ഒരു തവണ ഞാൻ ഹംഗറിയുടെ ജേഴ്സി ഇട്ടു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീനയുടെ ജേഴ്സിയാണ് ഇട്ടിരുന്നത്. നീല വരെയുള്ള വൈറ്റും നീലയും കൂടിയാണ്. അപ്പം ആ അന്നത്തെ ഒരു പടം ഉണ്ടായിരുന്നു, TV-യിലും പത്രത്തിലൊക്കെ വന്നു. അത് വെച്ചിട്ട് ഞാൻ ഒരു മദ്യക്കുപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാർട്ടൂൺ എന്നെ വളരെ ഇഷ്ടപ്പെടുന്ന DYFIക്കാർ അത് വരച്ചു വെച്ചിരുന്നു. അപ്പം അത് അവരുടെ ഒരു ഭാവനയാണ്. പിന്നെ ഇന്നലെ ഞാൻ ഒരു പത്രത്തിൽ കണ്ടു, ഒരു ബാർ ടേബിൾ, അവിടെ ടേബിളിൽ എൻ്റെ തല. അപ്പം ഇതൊക്കെ അതിനെ നമ്മൾ അത്തരം കാർട്ടൂണുകൾ വരുമ്പോൾ അതിനെ വൈരാഗ്യബുദ്ധിയോടുകൂടി വിമർശിക്കുന്നത് അർത്ഥമില്ല. ഇനിയിപ്പോൾ കാർട്ടൂണൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കാര്യം നടക്കില്ല. പഴയതുപോലെയല്ല. മന്ത്രി കസേരയൊക്കെ പോയില്ലേ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് റിപ്പബ്ലിക് ഡേ.